ഗോപികമാർ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യം ഭർത്താവിൻ്റെ കാര്യം എല്ലാം നോക്കും. പക്ഷെ ഉള്ളിൽ എപ്പോഴും ആ മയിൽപ്പീലിയും ചൂടി നിൽക്കുന്ന, പശുക്കളെ മേയിച്ചു കിടക്കുന്ന പീതാംബരധാരിയായ ആ ഗോപാലനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ ചർച്ച ചെയ്യും. ഇപ്പോൾ എന്തായിരിക്കും കൃഷ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേ ഓടക്കുഴൽ ഊതി, ആ ഓടക്കുഴൽ നാദം കേട്ടില്ലേ, എന്താ മധുരം. അതേ ഇപ്പം എവിടെയായിരിക്കും? അതേ ഇപ്പോൾ ഇന്ന സ്ഥലത്തായിരിക്കും, വൃന്ദാവനത്തിൽ യമുനാ തീരത്ത് എത്തിക്കാം. അവിടെയുള്ള വനങ്ങളിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പറയുന്ന സമയത്താണ് അവിടുന്ന് ഓടക്കുഴൽ പറഞ്ഞത്. അവിടുന്ന് തന്നെയാണ് ശബ്ദം. കൃഷ്ണൻ എത്ര സുന്ദരനാണല്ലേ, ഭയങ്കര സുന്ദരനാണ്. കൗസ്തുവ മണിയൊക്കെ, ആ കണ്ണ് എത്ര മനോഹരമാണ്. ഇതാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭാഗവതത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് തന്നെയാണ് ഭാഗവതം. അല്ലാതെ ജന്മാദ്യസ്ഥീയത എന്നൊക്കെ പറഞ്ഞിട്ട് പാരായണം ചെയ്യാൻ വേണ്ടിയല്ല ഭാഗവത ശ്ലോകങ്ങൾ. ഹൃദയം കൊണ്ട് കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്കറിയോ, ഇന്നലെ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് കൃഷ്ണനെ കണ്ടു. കൃഷ്ണൻ ഇങ്ങനെ പശുക്കളെ മേയിച്ചു പോകും. എന്നെ ഏറിനിട്ടൊരു നോട്ടം നോക്കി. എനിക്കൊരു രോമാഞ്ചം കൊണ്ട് ഏതാകെ ഒന്ന് കോരിത്തിരിച്ചോ. ഒരു പ്രാവശ്യം കൂടെ കൃഷ്ണൻ എന്നെ അങ്ങനെ നോക്കിയത്. ഇതാണ് ഗോപികമാർ ചർച്ച ചെയ്തിട്ട്. ഇത്ര മനോഹരമാണല്ലേ. അവിടെ ശ്ലോകം കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യം. ഗോപികമാരെ ശ്ലോകങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടല്ല ഗോപിക ഗീതം പാടുന്നത്. അവിടെ ഹൃദയത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ വരികയാണ്. ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ നാഭി, ഭഗവാന്റെ മൂക്ക്, ആ മൊത്തത്തിൽ ഭഗവാന്റെ ആ കേശം, ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അവിടെ അസൂയയ്ക്ക് സ്ഥാനമില്ല, കുശുമ്പിന് സ്ഥാനമില്ല. മറ്റുള്ളവരെ കുറിച്ച് എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, കുടുംബം, അവിടെ അങ്ങനെ ഒന്നുമില്ല. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുക, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉള്ളു മുഴുവൻ കൃഷ്ണനിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇതിനോടൊപ്പം ഭഗവാന് വേണ്ടി പ്രത്യേകം പാചകം ചെയ്യുകയും ചെയ്യും. കാരണം എന്താ, ഭഗവാൻ ഓടക്കുള്ളു ഊതി വിളിക്കുന്ന സമയത്ത് ഓടണ്ടേ. ആ സമയത്ത് ഒറ്റയ്ക്കല്ല ഓടുന്നത്, ഭഗവാന് വേണ്ടിയുള്ള സാധനങ്ങൾ വേണ്ടല്ലോ. ഭഗവാന് വേണ്ടിയുള്ള മാല, ഭഗവാന് വേണ്ടിയുള്ള വസ്ത്രം, അവർ തന്നെ തയ്ച്ചു റെഡിയാക്കിയ വസ്ത്രങ്ങളൊക്കെ. എന്താ പറയുക, ഗോപികമാരെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല. ഈ ഗോപികമാരുടെ എല്ലാം ലീഡർ ശ്രീമതി രാധാറാണി. അതിനപ്പുറം ഭഗവാന്റെ ഭക്ത ആരുമില്ലെന്നത്. അന്നേരം ആ ശ്രീമതി രാധാറാണിയുടെ, ആ ഗോപികമാരുടെ പാത പിന്തുടർന്നുകൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ സേവനങ്ങൾ ചെയ്യുക. അതാണ് നമ്മുടെ പെർഫെക്ഷൻ.